എന്നെ കേൾക്കുന്നുണ്ടോ? യെസ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാം. ഗുഡ് ഈവനിങ് ഡിയർ. ഗുഡ് ഈവനിങ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു മാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണോ? അൽഹംദുലില്ലാ സുഖാണ്. ഹൈറാണ് മാം. താങ്ക് യു അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് പോസ്റ്ററൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു അടിപൊളി ടോപ്പിക് ആണല്ലേ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഗ്രാഫോതെറാപ്പി എന്താണെന്ന്? ആർക്കെങ്കിലും അറിയോ? ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ഉണ്ടെങ്കിൽ അറിയില്ല, എനിക്കറിയില്ല. അറിയില്ല. മെജോറിറ്റി അറിയില്ല എന്ന് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ആരും അങ്ങനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനോ പഠിക്കാനോ പോയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ സെഷൻ എടുക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ തിത്തുട്ടി മാം ആണ്. തിത്തുട്ടി മാം ഒരു അക്യുപഞ്ചറിസ്റ്റ് ആണ്, മൈൻഡ് പവർ ട്രെയിനർ ആണ്, ഗ്രാഫോ തെറാപ്പിസ്റ്റ് ആണ്. എന്തൊക്കെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മഹാപ്രതിഭയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, തിത്തുട്ടി മാം നമ്മളുടെ ട്രെയിനർ കോഴ്സ് 8-ലുള്ള സ്റ്റുഡൻ്റ് ആണ്. ഓൾറെഡി ഒരുപാട് ഓഫ്ലൈൻ സെഷൻസ് ചെയ്യുന്ന മാം പിന്നീട് മനസ്സിലാക്കി, ഓഹോ പണ്ടത്തെ പോലെയല്ല, നമ്മൾ AI യുഗത്തിലേക്ക് കടക്കുകയാണ്, അപ്പോൾ കുറേയൊക്കെ ഓൺലൈനിൽ എന്നെ ഒന്ന് ശരിയാക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയ മാം നമ്മളുടെ കൂടെ നമ്മളുടെ ട്രെയിനർ കോഴ്സിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇന്ന് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മാം എത്രത്തോളം പോളിഷ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വന്ന സമയത്തിലുള്ള മാം അല്ല ഇന്നുള്ളത്. ഇന്ന് ആള് മാറി വേറെ ലെവലായിട്ടുണ്ട്. ഒരുപാട് കോഴ്സസ്, ഒരുപാട് തിരക്കുകളുടെ മാമാണ് തെത്തുട്ടി മാം. എന്നാലും തൻ്റെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അത് ചെയ്തിരിക്കുമെന്ന ഒരു നിശ്ചയെടുത്ത ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. സോ ബേസിക്കലി ഇന്ന് നമുക്ക് ഗ്രാഫോതെറാപ്പി എന്താണെന്ന് മാത്രമല്ല, ഷീ ഈസ് ആക്ച്വലി ഗോയിങ് ടു ഇൻസ്പയർ യുവർ. കാരണം നമുക്ക് ഏത് സമയത്തും എന്തിനു വേണ്ടിയും സമയം കണ്ടെത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടി നമുക്ക് ഇന്ന് തിത്തുട്ടി മാം തരുന്നതായിരിക്കും. ഓക്കെ, മാം ഓഫ്ലൈനിൽ ചെയ്യുന്ന ഒരു കോഴ്സാണിത്. പ്രത്യേകിച്ച് മെൻറ്ററിങ് ഒക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു കോഴ്സാണിത്. ഇത് മാം നമ്മളുടെ കോഴ്സിൽ വന്നപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അവസരമാണ്, ഈ നമ്മളുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന അവസരമാണ് എങ്ങനെ നമ്മുടെ സ്വന്തമായി, അതിപ്പോൾ സപ്പോസ് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നൊക്കെ ഉള്ള വെബിനാറൊക്കെ നടത്തി അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ റെട്ടോർ എജു ഹബിൽ കൊടുക്കുകയാണ് മാമിനും. ഓക്കെ, ലൈക്ക് ദാറ്റ് എല്ലാവർക്കും നമ്മളുടെ ട്രെയിനർ കോഴ്സിന് വരുന്ന എല്ലാവരും നമ്മൾ ഒന്ന് എംപവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന തിത്തുട്ടി മാം സൂപ്പറായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടിരിക്കുക. കാരണം പറയുന്ന ഓരോ വാക്കുകളും അത്രയും പുതിയ പുതിയ സംഭവങ്ങളായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ മാക്സിമം വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. കാരണം എന്താ, തിത്തുട്ടി മാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് ഇല്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒരു എഫേർട്ട് ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ വരാൻ പറ്റുന്നവരൊക്കെ ക്യാമറയിലേക്ക് വരണം. ഓക്കെ, വരൂലേ? അപ്പൊ ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് തെറാപ്പീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താപ്പാ ഈ ഗ്രാഫോ തെറാപ്പി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാമിന് സത്യം പറഞ്ഞാൽ ഈസിയാണ്. നമ്മളൊക്കെ ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോഴേ ഇതൊക്കെ ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്, ആ ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മളൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന മാക്സിമം ഒരു മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ എംടി കപ്പായിട്ട് തന്നെ ഇരിക്കുന്നത്. കിട്ടുന്നത് മൊത്തം ഇങ്ങോട്ട് കോരി കോരി എടുക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന കുറേ പേരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഓൺ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ഓൺ ചെയ്തു. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് ഗ്രാഫോതെറാപ്പി പഠിച്ചാലോ? യെസ് ഓർ നോ? യെസ്. അപ്പോൾ ഗ്രാഫോതെറാപ്പി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയ എല്ലാവരെയും വാം വെൽക്കം ടു എവ്രി വൺ. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഓവർ ടു യു തിത്തുട്ടി മാം. Thank you, Leila ma'am. Thank you so much for your warm introduction. ഗ്രാഫോതെറാപ്പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. അറിയുന്നവര് എത്ര ആളുണ്ട് നോക്കട്ടെ. Thank you so much. I am Tittutti Tirurkadu, acupuncture therapist,
മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഗ്രാഫോതെറാപ്പിസ്റ്റ്. ഗ്രാഫോതെറാപ്പി എന്നാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും ഹാൻഡ് റൈറ്റിംഗ് ചേഞ്ച് ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു തെറാപ്പി. അതായത് ഒരു വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ 1 or 2 ലെറ്റേഴ്സ്, ചിലപ്പോൾ ആ ലെറ്റേഴ്സ് മാത്രമല്ല, ചിലപ്പോൾ അവരുടെ എഴുതുന്ന രീതി ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് മുക്തി നേടാൻ കഴിയുന്ന ഒരു തെറാപ്പി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് ആണ്, അല്ലെ? മൈൻഡ് പല വിധത്തിൽ നമ്മളിൽ പ്രോഗ്രാം ചെയ്യുന്നത് 2 വിധത്തിലാണ്: കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡിന് തിങ്കിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഏതൊരു കാര്യവും ചെയ്യണോ വേണ്ടേ എന്ന് നമ്മൾ ആലോചിക്കും, തീരുമാനമെടുക്കും. വേണമെങ്കിൽ നമ്മളത് ചെയ്യും, വേണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കും. അതേസമയം സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം തിങ്കിങ് കപ്പാസിറ്റി ഒട്ടും തന്നെ ഇല്ല. എന്ത് കിട്ടിയാലും നല്ലതോ ചീത്തയോ എന്ന് ആലോചിക്കാതെ അത് സ്റ്റോർ ചെയ്തു വെക്കും. ബുദ്ധിയില്ല, വിവേകമില്ല, ചിന്താശേഷിയില്ല. എവിടെ നിന്ന് എന്ത് കിട്ടിയാലും സ്റ്റോർ ചെയ്തു വെക്കും. അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. ഒരു പ്രഗ്നൻസി സ്റ്റേജ് മുതൽ അമ്മക്ക് ഉണ്ടാകുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങളും കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങളും എല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ നാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ വേർഡ്സ്, നമ്മളുടെ ആക്ഷൻ, ഹാബിറ്റ്, ക്യാരക്ടർ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം. നമുക്കറിയാം, ഒരു ടാങ്കില് നമ്മൾ നല്ല വെള്ളം ഉണ്ടെങ്കിൽ ടാപ്പിൽ നിന്ന് നമുക്ക് നല്ല വെള്ളം കിട്ടുള്ളൂ, അല്ലെ? ടാങ്കിൽ നമ്മളൊരു തുള്ളി മണ്ണെണ്ണ ഒഴിച്ചാല് നമ്മളെ ടാപ്പിൽ നല്ല വെള്ളം വരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അതേപോലെ തന്നെയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പല വ്യക്തികളും പറഞ്ഞത് കേട്ടിട്ടില്ലേ, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ആ കോഴ്സ് അല്ല പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഞാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ ലോകത്ത് അനേക ആളുകൾ ഉണ്ടായിട്ടും ഇങ്ങനത്തെ ഒരാളെ കൊണ്ടാണല്ലോ എനിക്ക് കല്യാണം കഴിച്ചത്, അല്ലെ? പല ആളുകളും പറയാറുണ്ട്, ഞാൻ ഗൾഫുകാരനെ കെട്ടൂലാന്ന് തീരുമാനിച്ചതായിരുന്നു, പക്ഷേ ഗൾഫുകാരനെ കെട്ടില്ല. എവിടെ നിന്നാണ്, അല്ലെ? പല ആളുകളും ഉത്തരമില്ലാത്ത ഇത്തരം പല ചോദ്യങ്ങളുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ തോട്ട്സ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പല വ്യക്തികളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ 1 or 2 ദിവസം നമ്മൾ ചേഞ്ച് ചെയ്യും, വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ പോകും. നമ്മൾ നെഗറ്റീവ് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെ? നമ്മൾ എന്താണോ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് അത് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതേസമയം നമ്മൾ പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പ്രോഗ്രാമിങ്ങിനെ മാറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മളുടെ സംസാരവും എല്ലാം പോസിറ്റീവായിട്ട് മാറും. നമുക്കറിയാം, നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ഹാൻഡ്വെയർ ആണ്, അല്ലേ? നമ്മളുടെ സോഫ്റ്റ്വെയർ നമ്മളുടെ മൈൻഡാണ്. നമ്മളിപ്പം ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫോണിൽ തന്നെ എന്താണോ സോഫ്റ്റ്വെയർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതാണ് നമുക്ക് എടുക്കാൻ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒരു അക്യുപഞ്ചറിസ്റ്റ് ആണ്. എന്റെ ലാപ്ടോപ്പിൽ ഞാൻ അക്യുപഞ്ചർ സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്റെ മോന് ബിസിനസ്മാൻ, അവന് എന്റെ ലാപ്ടോപ്പും കൊണ്ടുപോയാൽ അവന്റെ ബിസിനസ് നടക്കുമോ? എന്റെ ലാപ്ടോപ്പ് കൊണ്ടുപോയി നടക്കും, പക്ഷെ എന്റെ അക്യുപഞ്ചറിന്റെ സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് അവന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ അതിൽ എൻട്രി ചെയ്യണം. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ കാര്യം. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡില് കുട്ടിക്കാലം മുതൽ പല നെഗറ്റീവായ തോട്ട്സുകൾ കയറ്റി വെച്ചിട്ട് നമ്മളിപ്പോ പോസിറ്റീവ് ആവാൻ ശ്രമിച്ചാലും നമ്മളുടെ ഫലം നെഗറ്റീവ് തന്നെ ആയിരിക്കും, അല്ലെ? അതിന് നെഗറ്റീവ് തോട്ട്സിനെ മാറ്റിയിട്ട് പ്രോഗ്രാം ചെയ്യാനുള്ള പല ടെക്നിക്കുകളും ഉണ്ട്. നമുക്കറിയാം, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് പല ആളുകളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, ആക്സസ് ബാർസ്, അതുപോലെ പോസിറ്റീവ് അഫർമേഷൻ, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, പല ടെക്നിക്കുകളും ഉണ്ട്. അതുപോലെയുള്ള ഒരു ടെക്നിക്കാണ് ഗ്രാഫോതെറാപ്പി.
ഗ്രാഫോതെറാപ്പിയിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ വേർഡ്സ്, നമ്മളുടെ ആക്ഷൻ, ഹാബിറ്റ്, ക്യാരക്ടർ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. ഇവിടെ നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സ് മാറും, നമ്മളുടെ ഹാബിറ്റ് മാറും, ക്യാരക്ടർ മാറും, ആക്ഷൻ മാറും, എല്ലാം മാറും. അതായത് ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന് മാറ്റുമ്പോൾ എല്ലാം മാറും. നമ്മളുടെ തോട്ട്സ് മാറിയാൽ മറ്റുള്ളതൊക്കെ മാറും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ മനഃപൂർവ്വം മാറ്റുമ്പോൾ നമ്മളുടെ എല്ലാം മാറും. നമ്മളുടെ സറൗണ്ടിങ്ങിലുള്ള വ്യക്തികൾ നമ്മളോടുള്ള സമീപനം മാറ്റും. വലിയ രസമായിട്ടുള്ളത് അതാണ്. നമ്മൾ മാറുമ്പോൾ നമ്മളെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ നമ്മളോടുള്ള സമീപനം മാറ്റും. എത്രയോ കേസ് നമ്മളെടുത്ത് വരുമ്പോൾ ഹസ്ബൻഡ് വിളിച്ചാൽ വരില്ല, ഞാൻ ഒറ്റയ്ക്ക് വരുള്ളൂ, ഹസ്ബൻഡ് വരാതെ ഞാനിത് എഴുതിയിട്ട് എന്താ കാര്യം, ഹസ്ബൻഡ് അല്ലേ മാറേണ്ടത്, അയാൾക്കല്ലേ സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളും നമ്മളടുത്ത് വരാറുള്ളത്. പക്ഷെ അൽഹംദുലില്ലാ അള്ളാന്റെ നിയമത്ത് കൊണ്ട് ഞാൻ പറയും നിങ്ങൾ മാത്രം എഴുതിയാൽ മതി, ഹസ്ബൻഡ് എഴുതണമെന്നില്ല എന്ന് പറയും. പക്ഷെ ഹസ്ബൻഡ് വന്നില്ലെങ്കിലും ഇവര് എഴുതും. അതായത് നമ്മളുടെ നോട്ടത്തിലോ ഭാവത്തിലോ പെരുമാറ്റത്തിലോ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അത് വലിയ രീതിയിൽ നമ്മളോട് പ്രതിഫലിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള വൈകൃതങ്ങൾ വരും. അത് അടിക്കടി ആവുമ്പോൾ നമ്മളോടുള്ള ദേഷ്യമായി മാറും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ഒരു വൈരുദ്ധ്യ മനോഭാവം രൂപപ്പെടും. അത് കൂടി കൂടി വരുമ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടാവുന്നതും പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നതും. അവിടെ നമ്മളുടെ നോട്ടത്തിലും ഭാവത്തിലും നമ്മളുടെ പെരുമാറ്റ രീതിയിലും നമ്മൾ താഴ്മയോടുകൂടി ഒരു പെരുമാറ്റ രൂപം നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ മറ്റുള്ള വ്യക്തികൾ നമ്മളോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വരും. ഏത് വലിയ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ പഠിക്കാറുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പെരുമാറ്റത്തിലും ശീലങ്ങളിലും സ്വഭാവങ്ങളിലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളായിരിക്കും. എത്രയോ കുടുംബ പ്രശ്നങ്ങൾ നമ്മളുടെ ഈ ഒരു തെറാപ്പിയിലൂടെ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ മാറ്റിയിട്ടുള്ള പല പ്രശ്നങ്ങളും പല കൗൺസിലിങ്ങിനും പോയിട്ട് മാറാത്ത കേസുകളാണ്. പലതവണ കൗൺസിലിങ്ങിന് പോയിട്ടും മാറാത്ത പല കേസുകളും ഹാൻഡ് റൈറ്റിംഗ് തെറാപ്പിയിലൂടെ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രഗ്നൻസി സ്റ്റേജ് മുതൽ അമ്മക്ക് ഉണ്ടാവുന്ന നല്ല അനുഭവങ്ങളും നല്ല അന്തരീക്ഷത്തിലുമാണെങ്കിൽ ആ ജനിക്കുന്ന കുട്ടി നല്ല ഒരു മൈൻഡ് പവറോട് കൂടിയായിരിക്കും ജനിച്ചു വീഴുന്നത്. ആ ജനിച്ചു വീഴുന്ന കുട്ടി പിന്നീടുള്ള ജീവിത സാഹചര്യത്തിൽ പല ആളുകളിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും നിരുത്സാഹപ്പെടുത്തലും കുട്ടികളെ പരിഹസിക്കലും അങ്ങനെയൊക്കെ അനുഭവിച്ചു കൊണ്ടാണ് ജീവിക്കണതെങ്കിൽ ഈ കുട്ടിയുടെ മൈൻഡ് പവർ ഡീഗ്രേഡ് ചെയ്ത് താഴോട്ട് വരും. ആ കുട്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയായി മാറും. എപ്പോഴും രോഗങ്ങളായിരിക്കും, എപ്പോഴും എല്ലാ കുട്ടികളോടും ദേഷ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ടാവുന്ന കുട്ടികളായിരിക്കും. അങ്ങനെ ആ കുട്ടിയുടെ പിന്നെ കുറച്ചും കൂടെ വലുതായി വരുമ്പോൾ ആ കുട്ടി ഒരു ക്രിമിനൽ സ്വഭാവമായിട്ട് മാറും, അതല്ലെങ്കിൽ രോഗികളായിട്ട് മാറും, അതല്ലെങ്കിൽ വേണ്ടാത്ത വല്ല അഡിക്ഷനൊക്കെ ആയിട്ട് മാറും. ആ രീതിയിലേക്ക് അങ്ങനെ പോകും. അതേസമയം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി, ഒരു സാമാന്യം മൈൻഡ് പവറോട് കൂടി ജനിച്ചു വീഴുന്ന കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, ആ കുട്ടിയെ കൂടുതൽ അഫെക്ഷൻ കെയറിംഗ് ഒക്കെ കൊടുക്കുക, ആ കുട്ടിയെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അപ്ഗ്രേഡ് ചെയ്തു വരും. അപ്പൊ ആ കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും എവിടെയും വിജയിക്കാനും എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാനുള്ള കപ്പാസിറ്റി നേടും. ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള വ്യക്തികളെ നമ്മൾ ഗ്രാഫോതെറാപ്പിയിലൂടെയും അതുപോലെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് മറ്റ് പല നമുക്കറിയാം കൗൺസിലിങ്ങിലൂടെ ഒക്കെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ മാറ്റിക്കൊണ്ടുവന്ന് അവരെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഗ്രാഫോതെറാപ്പിയിലും. പക്ഷെ അത് കൂടുതലും നമ്മളെ അടുത്ത് വരുന്നത് പ്രായമായ ലേഡീസും പ്രായമായ ആളുകളൊക്കെയാണ്. അപ്പൊ കൗൺസിലിങ്ങിന് പോകുമ്പോൾ രണ്ട് പാർട്ടിയും പോകണം. അവിടെ കുറെ സിറ്റിംഗ് ഇരിക്കണം, ഒരാളെ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കണം, അത് കഴിഞ്ഞ് മറ്റേ വ്യക്തിനോട് അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം, എന്നിട്ട് പിന്നെയും കൂട്ടിയിരുത്തി സംസാരിക്കണം. അങ്ങനെ കുറെ പ്രോസസ്സ് ഉണ്ട്. ഗ്രാഫോതെറാപ്പി എന്ന് പറയുമ്പോൾ ഇതൊന്നുമില്ല. ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ നോക്കുന്നു, അതിൽ നമ്മൾ ചേഞ്ച് വരുത്തി കൊടുക്കുന്നു. ഇന്ന ലെറ്റേഴ്സ്, നമ്മൾക്കൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, ആ ബുക്ക്ലെറ്റിൽ നോക്കിയിട്ട് നിങ്ങളുടെ ലെറ്റർ ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയല്ലേ ചോദിക്കുമ്പോൾ അവർ അതെ അതെ കറക്റ്റ് ആണ് പറയും. പല അനുഭവങ്ങളുണ്ട്, പല അനുഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ അത് പിന്നീട് പറയാം. നമ്മളൊക്കെ പറയില്ല ഇതൊക്കെ എന്റെ വിധിയാണ്. എല്ലാ ആളുകളും പറയാറുള്ളത് എന്താ, എന്റെ വിധിയാണ്, എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ജീവിക്കല്ലാതെ എന്താ ചെയ്യാ, നമുക്ക് സൃഷ്ടാവ് ഇങ്ങനെയാണ് ജീവിക്കാൻ വിധി തന്നിട്ടുള്ളത് എന്നൊക്കെ പറയും. എന്താണ് ഈ വിധി?
വിധി എന്താണെന്ന് അറിയില്ലേ? എല്ലാവർക്കും ഉണ്ടാവും, ഏറെക്കുറെ ആളുകൾക്കൊക്കെ അറിയണ്ടാവും അല്ലേ? നമ്മളൊരു കാര്യത്തെ കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് നമ്മളുടെ വിധി. എല്ലാ വ്യക്തികൾക്കും പല രീതിയിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിൽ പല പരാജയങ്ങളും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും. ചില വ്യക്തികൾ ആ പരാജയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു, ആ പ്രതിസന്ധി ഘട്ടങ്ങളെ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിനെക്കുറിച്ച് സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലേക്ക് സമാനമായ സംഭവങ്ങൾ അവർക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അവര് വിധി എപ്പോഴും അതേ ലെവലിൽ തന്നെ ആയിരിക്കും. അതേസമയം മറ്റു പല വ്യക്തികൾക്കും പല പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും അവർ അതിനപ്പുറത്തുള്ള വിജയത്തിലേക്കും നമ്മളുടെ മറ്റു പല പ്രശ്നങ്ങളിലേക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യും അല്ലെ? അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്കൊരു ചെറുതായിട്ട് ഫീൽ ചെയ്യുകയും അതിന് വലിയ കാര്യമാക്കി എടുക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടുതൽ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മളുടെ വിധി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് എത്ര തവണ ചിന്തിക്കുന്നു അതാണ് നമ്മളുടെ വിധി. നമ്മൾ ഒരു പുൽമേടിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അങ്ങറ്റത്തെത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നടന്നൊരടയാളം ഉണ്ടാവും അല്ലേ? അവിടുന്ന് തിരിച്ചിങ്ങോട്ട് നടന്നാലോ ആ അടയാളം ഒന്നും കൂടെ കനപ്പിക്കും അല്ലെ? എല്ലാ ദിവസവും രാവിലെ മുതൽ രാവിലെ നമ്മൾ അങ്ങോട്ട് നടന്ന് വൈകുന്നേരം അങ്ങോട്ട്, അങ്ങനെ എല്ലാ ദിവസവും നടക്കുകയാണെങ്കിലോ ആ വിധി ആ ഒരു പുൽമേടിലൂടെയുള്ള ആ ഒരു ചെറിയ അടയാളം ഒരു വരയായി മാറും അല്ലെ? ഇതാണ് നമ്മളുടെ തലവര അല്ലെ? നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു തലവരയായി മാറും. അതാണ് നമ്മളുടെ വിധി. അതേസമയം നമ്മളുടെ വിജയത്തെക്കുറിച്ചും നമ്മളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും മറ്റു പലതിനെ കുറിച്ചുമാണ് ചിന്തിക്കുന്നതെങ്കിൽ അതായിരിക്കും നമ്മളുടെ വിധി. അപ്പൊ ഈ വിധി എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ സംസാരവും എന്താണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും നമ്മളുടെ വിധി. ഇതിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളെന്താ വെച്ചാല് പല വ്യക്തികളും കൂടി നമ്മളുടെ പാരന്റ്സ്, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ്, നൈബേഴ്സ്, നമ്മളുടെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ. അതുപോലെ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങള്, നമ്മൾ കണ്ടിട്ടുള്ള സിനിമകള്, സീരിയലുകളൊക്കെ കൂടുതലും വാശിയും അല്ലെ? എപ്പോഴും കച്ചറ, വാശിയും വൈരാഗ്യവും പിണക്കവും തട്ടിക്കൊണ്ടുപോകലും ചാടിപ്പോകലും ഇങ്ങനെയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കണ്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫും ഏറെക്കുറെ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടെ പ്രോഗ്രാം ചെയ്ത ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ, വർഷങ്ങളായിട്ട് നാം ശീലിച്ചു പോന്നിട്ടുള്ള ശീലങ്ങളെ ഒരാള് മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും, കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് എഴുതിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്കിത് ഇന്ന പോലെ ഈ അക്ഷരം എഴുതിയാൽ അതിന് ഇന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. മാറ്റി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് അവരെ വീട്ടിൽ പോയിരുന്നിട്ട് അവരെ എഴുതി അവർ തന്നെ മാറ്റിയെടുക്കണം. അപ്പോഴാ അവരുടെ ലൈഫിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ആർക്കും മാറ്റി കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ഇന്ന അക്ഷരങ്ങൾ ഇന്ന പോലെ എഴുതൂ, ഈ അക്ഷരം ഇതുപോലെ എഴുതി നമ്മൾ ബുക്ക് കാണിച്ചു കൊടുക്കും. ഈ ബുക്കിൽ ഇപ്പൊ ഒരു ഐ എഴുതിയിട്ടുണ്ടെങ്കിൽ, സ്മാൾ ലെറ്റർ ഐ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഐ എഴുതുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സ്ട്രെസ് ആയിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ബോധ്യം വരും. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അവരെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് ഹാൻഡ് റൈറ്റിംഗിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമുക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് ശരിയാണ്, ഏത് ചോദിച്ചാലും അത് ശരിയാ, കറക്റ്റ്, വളരെ കറക്റ്റ് ആണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് മാറ്റാൻ തയ്യാറാവുകയും ചെയ്യും. അവര് മാറ്റി എഴുതുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരും. അതുകൊണ്ട് തന്നെ അവർ വേഗം അത് എഴുതി സക്സസ് ആവാൻ നോക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൂടുതലും ആളുകൾക്ക് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മളിപ്പോ ഒരു വ്യക്തി വന്നിട്ട് എഴുതാനൊരു പേപ്പർ കൊടുക്കും, നമ്മളുടെ ബുക്കിന്റെ, അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പേജ് കൊടുക്കും. അപ്പൊ അവരത് എഴുതും. ഈ എഴുതുന്ന വ്യക്തി ഒട്ടും മാർജിൻ ഇടാതെയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തിയെ സമൂഹത്തിൽ ഒരാളും അംഗീകരിക്കുന്നില്ല. ഈ വ്യക്തി സമൂഹത്തിലെ റൂൾസിനെ റെഗുലേഷൻസിനൊന്നും അത് അംഗീകരിക്കാത്ത വ്യക്തിയാണ്. ഇപ്പൊ നമുക്കത് അവരോട് പറയും, നിങ്ങൾ മാർജിൻ ഇട്ട് എഴുതണം കേട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ ബോട്ടം മാർജിനും റൈറ്റ് മാർജിനും ഒട്ടും ഇടാത്ത വ്യക്തികളാണെങ്കിൽ അവർ എന്ത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലും അവർ ഉപയോഗിക്കാത്ത വ്യക്തികളായിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ബോട്ടം മാർജിൻ ഇടണം, റൈറ്റ് സൈഡിൽ മാർജിൻ ഇടണം കേട്ടോ എന്ന് പറയും. അപ്പൊ അവര് ഓക്കെ അത് ചെയ്യാൻ തയ്യാറാവും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതുപോലെ ചില ആളുകൾ ഉണ്ടാവും ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടിക്കൊണ്ട്
ഒരു ലൈൻ എഴുതി അതിന്റെ അടിയിൽ തന്നെ അടുത്ത ലൈൻ എഴുതുമ്പോൾ ലൈൻസുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ സദാസമയത്തും വർക്ക് ചെയ്യുന്ന ആളാണല്ലേ, എപ്പോഴും നിങ്ങൾ തിരക്ക് പിടിച്ച ഒരു നെട്ടോട്ട് ഓടി നടക്കുന്ന ആളല്ലേ? അതെ, ഓക്കെ, അങ്ങനെ തന്നെയാണ്. അവർ പറയും എപ്പോഴും മാനസികമായിട്ട് ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു ജോലിയും സദാസമയത്ത് ചെയ്തു തീർക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും, എപ്പൊ എല്ലാം ലാസ്റ്റ് മൊമെന്റിൽ വെച്ച് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുന്ന ഒരാളായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് ശരിയാണ് എന്ന് അവർ പറയും. അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുക. അതിന് കാണിച്ചു കൊടുത്തിട്ട് പറയുമ്പോൾ അവർക്ക് അതെ സമ്മതിക്കും, കാരണം അങ്ങനെ തന്നെ ആയിരിക്കും ആ വ്യക്തി. അപ്പൊ നമ്മൾ തട്ടിച്ച് എഴുതരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇനി അവർ തട്ടിച്ച് എഴുതാതെ അവർ നോക്കും. അതുപോലെ ലൈനുകൾ തമ്മിൽ കുറെ ഗ്യാപ്പ് ഇട്ട് എഴുതുന്ന വ്യക്തികളുണ്ടാവും. അവരെപ്പോഴും പ്ലാൻ ചെയ്യാനും തിങ്കിങ് ചെയ്യാനും അവര് മുമ്പിലായിരിക്കും. എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും, തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയില്ല. ആ കാര്യം അവരെങ്ങനെ പ്ലാൻ ചെയ്തിരിക്കും, അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കും. എപ്പോഴും എന്താ പറയാ, നമുക്ക് നടക്കാത്ത ആഗ്രഹങ്ങളുമായിട്ട് കുറെ ഡ്രീമുകളുമായിട്ട് അങ്ങനെ നടക്കും. ഒന്നും ചെയ്യൂല്ല, പ്രവർത്തിക്കാൻ കഴിയൂല. അപ്പൊ അവര് ഈ ലൈനുകൾ തമ്മിൽ ഇത്ര അകലം പാടില്ല, അത് അടുപ്പിച്ച് എഴുതണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതങ്ങനെ അവർ ചെയ്യും. അതുകൊണ്ട് അവരുടെ അവസ്ഥ മാറും. ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും അതെ, നമ്മള് സ്മാൾ ലെറ്റർ ഐ എഴുതുന്നതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അവരുടെ ലൈഫിൽ സ്ട്രെസ് മാനേജ്മെന്റ് നടക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ആയി അവര് ഇപ്പോ അച്ഛനും അമ്മമാരും പറഞ്ഞു കേൾക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. കുട്ടികളും നല്ല വലിയ വ്യക്തികളും ഉമ്മയും വാപ്പയായിട്ട് തെറ്റി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്, വലിയ ആളുകളുണ്ട്. ചില എന്ത് ചെയ്താലും തീരാത്ത തെറ്റുകളായിട്ട് നടക്കുന്ന ആളുകൾ. അവർക്ക് ഒരു ക്യാപിറ്റൽ ലെറ്റർ ആയി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു അകലം, അച്ഛനമ്മമാർ തമ്മിലുള്ള അകലം മാറിക്കിട്ടും, പൂർണ്ണമായിട്ടും മാറും. അവര് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവരവിടെ എന്താവും, ഇവരുമായിട്ട് അടുപ്പത്തിലായി വരും. അതുപോലെ ഓരോ ലെറ്റേഴ്സും ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ 4 വര കോപ്പിയൊക്കെ എഴുതാറില്ലേ കുട്ടികളാവുന്ന സമയത്ത്? നമ്മൾ 4 വര കോപ്പി എഴുതുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, സമയം അല്ലെ, നമ്മൾ ഈ ശരിയാവാൻ വേണ്ടി എഴുതുകയാണ്. പക്ഷെ 4 വര കോപ്പിയൊക്കെ എഴുതുമ്പോൾ അതിൽ ഏറ്റവും മേലെ വരുന്ന ഭാഗം നമ്മളുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ നടുവിലെ കോളത്തിൽ വരുന്നത് നമുക്ക് പ്രസന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. താഴോട്ട് പോകുന്ന ഭാഗം നമ്മളുടെ പാസ്റ്റ് കണ്ടീഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും. അങ്ങനെ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു സൈൻ നോക്കിയാൽ നമ്മളുടെ വ്യക്തിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും, സൈന് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരാനും ഒക്കെ സാധിക്കും. നമ്മൾ ഇതിനൊരു വർക്ക് ബുക്ക് ഉണ്ട്, ആ വർക്ക് ബുക്കാണ് കൊടുക്കാറുള്ളത്. നമ്മുടെ അവരെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ നോക്കും. ആദ്യം നമ്മൾ ഇപ്പൊ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്, മുമ്പൊക്കെ നമ്മൾ ഓഫ്ലൈനായിട്ട് മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു PDF അയച്ചു കൊടുക്കും, അത് അവരോട് എഴുതിയിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയും. അപ്പൊ അതിൽ ഓരോ ലെറ്റേഴ്സും ഇങ്ങനെ എങ്ങനെയല്ലേന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. ആ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ അവർക്ക് അറിയാം, അതെ ഞാൻ ഇങ്ങനെ തന്നെയാണ്, അതവർ സമ്മതിക്കും. അത് സമ്മതിക്കാത്ത ആളുകൾ ഇതുവരെ ഇല്ലാന്ന് തന്നെ പറയും. 1-2 ആളുകളൊക്കെ ചിലവർ സമ്മതിക്കൂല, ഞാൻ അങ്ങനെ സമ്മതിക്കൂല, അതായത് അങ്ങനെയാണ്. പക്ഷെ മറ്റു പല വ്യക്തികളും വന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെ നമ്മൾ പിന്നെ ലെറ്റർ മാറ്റി എഴുതി കൊടുക്കുമ്പോൾ അവരത് തുടർച്ചയായിട്ട് മാറ്റി എഴുതുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആ പ്രശ്നങ്ങൾ മാറും. ഗ്രാഫോതെറാപ്പിയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ള എന്താ വെച്ചാല്, ഒരു കപ്പിൾസ് വന്നു, നമുക്ക് അറിയില്ല. അവര് വന്ന് എന്നോട് പറഞ്ഞു, ജോലി ശരിയാവണില്ല, ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു വരുമാനം ഒന്നും ശരിയായി കിട്ടുന്നില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഇയാളാണ് ഹാൻഡ് റൈറ്റിംഗ്, ഏട്ടനെ എഴുതിയാൽ മതി, അയാൾ എഴുതുമ്പോ ശരി, എനിക്ക് 2 ആളും കൂടി എഴുതണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരാൾ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എഴുതി തന്ന പേപ്പറിൽ ലെറ്റേഴ്സ് ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ കുടുംബമായിട്ട് അകന്ന് നിൽക്കുന്ന വ്യക്തി, ഒരുപാട് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ഇയാൾക്ക് കുടുംബമായിട്ടൊക്കെ ഇത്ര അകന്ന് നിൽക്കാനൊക്കെ എന്താ കാരണം, നമുക്കതൊന്നും അറിയില്ലല്ലോ. ഞാൻ ഇയാൾ കുടുംബമായിട്ട് അടുപ്പം വരാൻ വേണ്ടിയിട്ടുള്ള ലെറ്റേഴ്സ് എഴുതി കൊടുത്തു, ജോലി ശരിയാവാനുള്ള ലെറ്റേഴ്സ് എഴുതി കൊടുത്തു, അങ്ങനെ കുറെ ലെറ്റേഴ്സ് ഒക്കെ എഴുതി കൊടുത്തു, സൈനൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ ഇയാൾ ഒരു വിവരമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കണോ വരണമൊന്നുമില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരടുത്തുള്ള വേറൊരു വ്യക്തിയെ നമ്മളടുത്ത് ട്രീറ്റ്മെന്റ് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അയാളുടെ വിവരം എന്താ വെച്ചാൽ, അയാളെ നിങ്ങൾക്ക് കിട്ടൂല, അയാളെ നിങ്ങൾക്ക് കാണാൻ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്ത് പറ്റി, എന്താ എന്ന് ചോദിച്ചു. അയാളെ വീട്ടുകാർ അയാളെ പിടിച്ചുകൊണ്ടുപോയി, അയാളെ പിന്നെ ഇയാള് വേറൊരു സ്ത്രീനെ അടിച്ചു മാറ്റി പോകുന്നതായിരുന്നു അത്രേ. ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അയാളെ വീട്ടുകാർ അയാളെ പിടിച്ചുകൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇനി അയാളെ പുറത്തേക്ക് വിടൂല. ഇവിടെ വീട്ടിൽ വന്നത് അവരെ വൈഫല്ല, അത് അവരെ അടുത്തുള്ളൊരു ഒരു ജോലിക്ക് വീട്ടുവേലക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീയാണ്. അവരെയും കൊണ്ടാണ് വന്നത്.
എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എഴുതി കൊടുത്ത ഈ സംഭവം ഇവര് എനിക്കറിയില്ലല്ലോ, ഇവര് സ്വന്തം വൈഫിനെയും കൊണ്ടാ വന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ലേഡി പിന്നെ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്യണം, ഞങ്ങള് വന്ന കാര്യം എങ്ങനെയൊന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തു. കാരണം നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. കാരണം എനിക്കറിയില്ല, അവരെന്നോട് കാര്യം പറഞ്ഞിട്ടില്ല. അതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വേറൊരു കേസിൽ ഒരു ഉമ്മ കുറെ എപ്പോഴും ഇങ്ങനെ പ്രയാസങ്ങൾ വന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്രാഫോതെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പി ഉണ്ട്, വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവരെ ഭർത്താവിന്റെ വീട്ടില് മോളെ കല്യാണം കഴിച്ച ഭർത്താവിന്റെ വീട്ടിൽ എന്നും അടിയും പിടിയും തിരക്കൊക്കെയാണ് പറഞ്ഞു. ഡ്രസ്സൊന്നും എടുത്തു കൊടുക്കൂല, ഫോണൊന്നും ഇല്ല, ഫോണൊന്നും വാങ്ങിക്കൊടുക്കൂല, അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇങ്ങനെ ഒരു തെറാപ്പി ഉണ്ട്, വേണമെങ്കിൽ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, മോളെയും കൂട്ടി വന്ന് ഗ്രാഫോതെറാപ്പി എഴുതിപ്പോയി. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും ഈ എഴുതുന്നത് ഓരോ ദിവസവും വൈകുന്നേരം വാട്സപ്പിൽ എനിക്ക് അയച്ചു തരണം എന്ന് പറയും. അതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കണം. അപ്പൊ ഈ ലേഡി പറഞ്ഞു എനിക്ക് ഫോണില്ല, അയച്ചു തരാനൊന്നും പറ്റൂല, എന്നാ ഇതുപോലെ തന്നെ എഴുതണം എന്നൊക്കെ പറഞ്ഞു വിട്ടതാ. ഈ ലേഡി പോയിട്ട് ഇത് എഴുതിയതിനൊക്കെ നമ്മൾ എഴുതി കൊടുത്തതിന് കാര്യം നേരെ ഓപ്പോസിറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി, അടുപ്പിച്ച് എഴുതേണ്ട കാര്യങ്ങൾ അകത്ത് എഴുതിയിട്ടുണ്ട്, അങ്ങനെ താഴോട്ട് ഇടേണ്ടത് കുറച്ച് മേലോട്ടിട്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് പിന്നെ അയച്ചു തരാൻ പറഞ്ഞപ്പോ അവർക്ക് അയക്കാനൊന്നും അറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇവരെ വീട്ടിലുള്ള പ്രശ്നമൊക്കെ കൂടി അടിപിടി കേസൊക്കെ ആയി മോള് ഇവിടെ വീട്ടിൽ വന്നിരിക്കേണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റിയ, ഞങ്ങളെ തെറാപ്പി ചെയ്തിട്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ബുക്ക് ഒന്ന് കൊണ്ടുവരും എന്നാണ്. അപ്പൊ അവര് പറഞ്ഞു അവളോട് ഞാൻ ഒന്നും പറയാൻ പറ്റൂല, അവൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ്, ബുക്കൊന്നും ഇപ്പൊ കിട്ടൂല എന്നാണ്. അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ലേഡി അതിന്റെ കുട്ടിക്ക് സുഖമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് മാറാഞ്ഞിട്ട് നമ്മളെടുത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഗ്രാഫോതെറാപ്പിയുടെ ബുക്ക് എന്താ കൊണ്ടുവരാൻ, ഞാൻ ഒന്ന് കൊണ്ടുവന്നു നോക്കട്ടെ എന്നാണ്. അതൊന്നും പറയണ്ട, അത് ശരിയാവില്ല, അത് എഴുതിയിട്ട് ഞങ്ങൾ ആകെ തച്ച് പിരിഞ്ഞു പോന്നു, ഞാൻ ഒരു മാസമായി എന്റെ വീട്ടിലാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റൂല, ഞങ്ങളെ ബുക്ക് കൊണ്ടുവരും, ഞാനൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ അങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ബുക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോ ഞാനിങ്ങനെ അടുപ്പിച്ച് എഴുതി കൊടുത്തതൊക്കെ ഈ കുട്ടി കുറെ ദൂരെ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതാൻ പറഞ്ഞ പോലെ അല്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് പേജിൽ ഞാൻ എഴുതി കൊടുത്തിരുന്നു, ഇത് ഞാൻ കാണിച്ചു കൊടുത്തു. നിങ്ങളോട് ഞാൻ ഇങ്ങനെയല്ലേ എഴുതാൻ പറഞ്ഞിട്ടുള്ളേ, നിങ്ങൾ എന്താ ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചു. അത് ശരി, എന്നാ അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി 4 ദിവസം ഇത് ഇരുന്ന് എഴുതിക്കോന്ന് ഞാൻ അടുപ്പിച്ച് എഴുതി കൊടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ഒന്നും കൂടെ ഇങ്ങനെ തന്നെ ചെയ്യൂ, ഈ ലെറ്റേഴ്സ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ കുട്ടി അത് ചെയ്യാൻ തയ്യാറായി. 4 ദിവസം ഇരുന്ന് എഴുതി. 5-ാമത്തെ ദിവസം അവിടുന്ന് ഒരു 10-15 ആളൊക്കെ വന്ന് മധ്യസ്ഥൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ട് കൊണ്ടുപോയി ഡ്രസ്സ് എടുത്ത് കൊടുക്കലും ഫോൺ വാങ്ങിക്കൊടുക്കലും കമ്പ്യൂട്ടർ പഠിക്കാൻ വിടലും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഇതാണ് ഗ്രാഫോതെറാപ്പി. പല പല അനുഭവങ്ങളും. അതുപോലെ ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോള് 9th പഠിക്കുന്ന കുട്ടിയാണ്, ഒന്നും പറഞ്ഞിട്ട് അനുസരിക്കണില്ല, താഴെയുള്ള കുട്ടികളോടൊന്നും ചിരിക്കാനും കളിക്കാനും ഒന്നും അവള് തയ്യാറല്ല, റൂമിൽ ഇരിച്ചിരിക്കുകയാണ്, ഒന്നും പറഞ്ഞാൽ അനുസരിക്കണില്ല, എന്താ കാര്യം എന്നറിയില്ല. ഞാൻ ആ കുട്ടീനെയും കൂട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ ഗ്രാഫോതെറാപ്പി എഴുതി. അപ്പൊ ഈ കുട്ടീനോട് ഇതൊന്നും കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു തെറാപ്പി പഠിച്ചിട്ടുണ്ട്, ഇതൊന്നും ശരിയാണോ നോക്കാനാണ്, മോള് ഇതൊന്നും എഴുതുവോ. അത് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ ആയി ഇങ്ങനെ എഴുതരുതിട്ട് മോളെ, ഇങ്ങനെ എഴുതിയാല് ഡിറ്റാച്ച്ഡ് ഫ്രം മദർ ആൻഡ് ഫാദർ എന്നാണ് ഈ ബുക്കിൽ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി, അതുകൊണ്ട് ബുക്കാണ് കൊടുത്തപ്പോ ഓക്കെ അങ്ങനെ ഉണ്ടോ, എന്നാ അതന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞു എന്നുള്ളത് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങളെ ടീച്ചറും ഇങ്ങനെ തന്നെയാണല്ലോ എഴുതുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടീച്ചർ ഇതൊന്നും പഠിച്ചിട്ടില്ല, ഞാനും ഇത്ര കാലം എഴുതിയിരുന്നു, പക്ഷെ ഞാനിത് പഠിച്ചപ്പോഴല്ലേ എന്നാ ടീച്ചർ അതന്നെ എന്നും ക്ലാസ്സിൽ എഴുതുന്ന ഇങ്ങനെ കരയലുണ്ട്. അപ്പൊ ടീച്ചറെ എന്തിനാ കരയണ, ടീച്ചർ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ടീച്ചർ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, ടീച്ചർ പിന്നെ ടീച്ചറെ വീട്ടിലാണ്. ഈ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡിറ്റാച്ച്ഡ് ഫ്രം മദർ ആൻഡ് ഫാദർ എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പൊ അതാണ് ഈ കുട്ടി കാണിച്ചത്. എന്നാ അതന്നെ കാരണം ടീച്ചർ എന്നും കരയുന്നത്. ഇതാണ് ഗ്രാഫോതെറാപ്പി. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഒരാൾ ഒരു ദിവസം നമ്മളെ അടുത്ത് ഇതിൽ വന്നപ്പോ അയാൾ എഫ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ എഫ് ഇങ്ങനെ എഴുതിയാല് ഇതില് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇയാള് ജോലികളൊന്നും ചെയ്യില്ല, ഒക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും എന്ന് പറഞ്ഞു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാനപ്പോ ഇതിങ്ങനെ വായിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സാർ, നമ്മള് കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് ദേഷ്യം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പൊ അത് നമ്മള് പറഞ്ഞ് ചെയ്യിപ്പിക്കല് നമ്മളൊന്ന് കുറക്കുക നല്ലത്. ഞാനൊരു മാനേജർ അല്ലേ, എനിക്ക് എങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാതെ പറ്റൂ എന്ന് ചോദിച്ചു ഇയാളൊരു ഹോസ്പിറ്റലിന്റെ മാനേജറാണ്, എനിക്കറിയില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളും നമുക്ക് ഇതിലൂടെ വന്നിട്ടുണ്ട്. അപ്പോ നമ്മള് ഗ്രാഫോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു. നമ്മളുടെ കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങൾ, സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡിഗ്രേഡ് ചെയ്ത് വരുന്നത്, എങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും, ഇതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. അതുപോലെ നമ്മൾക്ക് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പല ടെക്നിക്കുകളും ഉണ്ട്.
അതിലൊരു ടെക്നിക്കാണ് ഗ്രാഫോതെറാപ്പി. ഇതിന് പല ടെക്നിക്കുകളും നമ്മൾക്ക് പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് ബുക്കും ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മൾ നോക്കിയിട്ട് ഓരോരുത്തരുടെ ലെറ്റേഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കുക. ആ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ തന്നെ അവർക്ക് എന്തുണ്ടാവും, ടെസ്റ്റ് ഇത് ശരിയാണല്ലോ. ഓരോരുത്തരും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ണൂരുള്ള ഒരു കുട്ടി. അപ്പൊ ആ കുട്ടി പറഞ്ഞത്, ശരിയാണ്, എനിക്ക് ഈ ഒരു കണ്ടീഷൻ മാത്രമേ എനിക്കുള്ളൂ, അതൊന്ന് മാറിക്കിട്ടാ എനിക്ക് വേണ്ടത്. ഓക്കെ. ആ കുട്ടിക്ക് എന്താ വെച്ചാൽ നമ്മളെത്ര നല്ല കാര്യം ചെയ്താലും ഒരാളും അംഗീകരിക്കൂല, വേറെ പ്രശ്നമൊന്നുമില്ല, അതാണ്. അപ്പൊ ഞാൻ എത്ര നല്ല കാര്യം ചെയ്താലും വീട്ടിലുള്ളവരും അതെ, സ്കൂളിലുള്ളവരും, ടീച്ചറാണ്, സ്കൂളിലുള്ളവരും അതെ, അവർക്കൊന്നും നമ്മൾ ഇത്രയൊക്കെ വലിയ കാര്യം ചെയ്താലും അവർക്കൊന്നും അല്ലാത്ത ഒരു സംസാരമാണ്. അതാണ് എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു, ആ പ്രശ്നം ഈ ടീം മാറ്റിയാൽ മാറും, വേറെ ഒന്നും ചെയ്യാനില്ല, ഈ ഒരു ലെറ്റർ മാറ്റിയാൽ ആ പ്രശ്നം മാറും. അപ്പൊ അവരും ചെയ്യുന്നുണ്ട്. നമ്മള് ഒരുപാട് ആളുകൾക്ക് മെയിൻ ആയിട്ട് നമ്മളെടുത്ത് വരുന്ന ഫാമിലി ഇഷ്യൂസ് ആണ്. അതാണ് എന്താ വെച്ചാൽ ഒരാളത് മാറിയിട്ട് അവർ ചെന്ന് പറയുമ്പോഴാണല്ലോ മറ്റുള്ള ആളുകൾ വരിക. നമ്മളിങ്ങനെ ഇതുവരെ പരസ്യമൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ക്ലാസ് എടുക്കാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവരെ നമ്മള് റെക്ടോറിയൽ വന്നതിന് ശേഷം ഈ ലൈല മാം അതുപോലെ റസീന മാം അവര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനൊക്കെ ആക്റ്റീവ് ആയത്. എനിക്ക് ക്ലാസ് ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന കാര്യം ഞാൻ ഒരുപാട് ബാക്കിലാണ്. ഓഫ്ലൈൻ ആയിട്ട് ഞാൻ മുമ്പും പല ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. എത്ര ആളുകൾക്ക് വേണമെങ്കിലും ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പഠിത്തമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മുമ്പൊക്കെ ഞാൻ ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓൺലൈൻ ക്ലാസ് എടുക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ഭാരമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടത്. അതെന്തായാലും ഇവ റെറ്റോറിയൽ വന്നതിന് ശേഷം റസീന മേമും പിന്നെ ലൈല മേമും ഉന്തി തള്ളി എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. അത് ഞാൻ പല ആളുകളോടും പറയാറുണ്ട്, ക്ലാസ് എടുക്കാനോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഉള്ളിലുള്ളത് മറ്റുള്ള ആളുകൾക്ക് അവതരിപ്പിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വ്യക്തികളെ സമീപിച്ചു. ഞാൻ കുറെ ആളുകൾക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് മെയ് മാസത്തെ 20-ാം തീയതി അങ്ങാണ്ട് തുടങ്ങുന്നുണ്ട്. അപ്പൊ ആ ബാച്ചിലേക്ക് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ നമ്പർ കൊടുത്ത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്കും അതിൽ വേണമെങ്കിൽ നമുക്ക് നമുക്ക് ബന്ധപ്പെടാം. വളരെ രീതിയിൽ നമുക്ക് കഴിയില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ് തന്നെ. കാരണം ക്ലാസ് എടുക്കാൻ എനിക്കറിയും, പക്ഷെ ഇത് ഓൺലൈനിലേക്ക് എങ്ങനെ കൊണ്ടുവരും, എങ്ങനെ ഇത് മറ്റുള്ള ആളുകൾക്ക് ഓൺലൈനിൽ ക്ലാസ് എടുക്കും എന്നുള്ളത് എനിക്ക് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയാ, ഒരു ഫോബിയ എന്ന് പറയില്ല, അത്രയും പ്രശ്നമായിരുന്നു. പക്ഷെ അതിനൊക്കെ മറികടന്ന് ഇവര് രണ്ടാളും നമ്മളെ ഉന്തി ക്ലാസ് എടുപ്പിച്ച് ഈ രീതിയിലേക്ക് മാറ്റി തന്നു. എന്തായാലും അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് രണ്ടാളോടും. ഇതിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ എല്ലാ ആളുകളോടും. അവർക്കൊക്കെ ക്ലാസ് എടുത്ത് അവരൊക്കെ മുന്നേറി പോകുമ്പോഴും ഞാൻ ഒരിക്കലും ബാക്കിലോട്ട് നിൽക്കും. കാരണം ഒന്നെനിക്ക് ടൈമിന്റെ കാര്യത്തിൽ ഞാൻ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറെ പഠിക്കുന്നുണ്ട് ഇപ്പോഴും. വേറെ കുറെ ഞാൻ പറഞ്ഞില്ലേ, ഗ്രാഫോതെറാപ്പി, അക്യുപഞ്ചർ, മൈൻഡ് പവർ ട്രെയിനിങ് ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് എത്താത്ത ഒരവസ്ഥയൊക്കെ വരും. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് അങ്ങനെ ബാക്കോട്ട് നിൽക്കും. പക്ഷെ ഇവർ രണ്ടാളും കൂടെ ഉന്തി തള്ളി എന്തായാലും എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റി എന്നെ. അതുപോലെ തന്നെ ഇനി ഗ്രാഫോതെറാപ്പിയെ കുറിച്ച് തന്നെ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ലൈല മാമിനെ, റസീന മാമിനെ ഒക്കെ ബന്ധപ്പെട്ടാൽ മതി. അവരുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം, അതല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. എന്തെങ്കിലും ഗ്രാഫോതെറാപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹലോ, നിങ്ങളുടെ അവസരമാണ് കേട്ടോ, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. ഹലോ. താങ്ക് യു മാം, അടിപൊളി ക്ലാസ്, അടിപൊളിയായിരുന്നു, നന്നായിട്ട് മനസ്സിലായി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഹലോ കുട്ടി മാം, സൂപ്പർ ആയിരുന്നു കേട്ടോ ക്ലാസ്. താങ്ക് യു. തിത്തുട്ടി മാം, സുബൈറ മാം ചോദിക്കുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് മാറുമോന്ന്. ഹെൽത്ത് ഇഷ്യൂസ് മാറാനുള്ള 1-2 ലെറ്റേഴ്സ് ഉണ്ട്, അത് ചെയ്യുമ്പം മാറും. പക്ഷെ നമുക്ക് എന്താ വെച്ചാല്, നമ്മളിപ്പോ ഒരു പ്രോബ്ലം വരുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ കാര്യം, 9th പഠിക്കുന്ന കുട്ടിയുടെ കാര്യം, ആ കുട്ടിയുടെ നമ്മൾ ആ ലെറ്റേഴ്സ് മാറ്റി കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കുട്ടിയുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ വന്നു, ബെസ്റ്റ് ഗേൾ അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷൻ. അത് ആ കുട്ടിക്കായിരുന്നു അവാർഡ്. കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ വീട്ടിൽ എന്തോ കുറച്ച് കാര്യം കൊണ്ട് മിണ്ടാതെ നടക്കുക, ആരോടും മിണ്ടാതെ, എല്ലാ കാര്യങ്ങളിലും കുട്ടി ഒന്ന് പുറകോട്ട് പോയ പോലെ. എന്നാ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. അപ്പൊ ബെസ്റ്റ് ഗേൾ അവാർഡ് കിട്ടിയത്, കഴിഞ്ഞ വർഷത്തെ അവാർഡ് കിട്ടിയത് ഈ കുട്ടിക്കാണ്.
അതുകൊണ്ട് വീട്ടില് സ്കൂളില് പാരന്റ്സിനൊക്കെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. അച്ഛനോ ഉമ്മയോ വാപ്പയൊക്കെ ആയിട്ട് കുട്ടി നല്ല ഇതായി പരസ്പരം അങ്ങോട്ട്. അപ്പൊ ഇവര് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തു. അതോടുകൂടി ആ പ്രശ്നം തീർന്നു. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഗ്രാഫോതെറാപ്പി എഴുതാൻ കൊടുത്തു. പക്ഷെ അവിടെ സ്കൂളിലൊരു ഫംഗ്ഷൻ വന്നതുകൊണ്ട് ഈ കുട്ടി നന്നായി എന്ന് പറയാം. അതുപോലെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏറ്റവും നല്ല എന്തെങ്കിലും ഒരു എന്താണോ നമുക്ക് ഇപ്പൊ ചില ആളുകൾ പല ചികിത്സയും ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് മാറാതിരിക്കുന്ന കേസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഗ്രാഫോതെറാപ്പിയിൽ ലെറ്റേഴ്സ് മാറ്റി എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടൊക്കെ വരും. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസൊക്കെ ആണെങ്കിൽ, ഒരുപാട് കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ളതാണെങ്കിൽ, എന്താന്ന് നമുക്കറിയില്ല. ചെറിയ കേസൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് തന്നെ മാറും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള എന്താണോ ചികിത്സ അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. അങ്ങനെ നമ്മളെ അസുഖം വേഗം മാറും. പല കേസുകളും അങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഗ്രാഫോതെറാപ്പി ആണെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും ഇവരുടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഹലോ. മാം ആ ചോദിച്ചോളൂ. ലെറ്റേഴ്സ് മാറ്റാന്ന് പറയുമ്പോ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണോ? നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് മാറ്റി കൊടുക്കുക. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമ്മളുടെ മറ്റ് ലാംഗ്വേജിലുള്ള ലെറ്റേഴ്സിനും സമാനമായ മാറ്റം വരും എന്നാണ് സാർ അന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ചു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മാത്രം മാറ്റി എഴുതിയാൽ മതിയോ, അപ്പൊ മറ്റ് ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്നത്? അത് നിങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഇത് മാറ്റം വരുത്തുമ്പോൾ മറ്റുള്ള ഏത് ലാംഗ്വേജിലാണെങ്കിലും അതിന് സമാനമായിട്ടുള്ള മാറ്റം അവിടെയും മറ്റുള്ള ഭാഷയിലും വരുന്നു. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് നമ്മൾ മാറ്റി കൊടുക്കാറുള്ളത്. നമ്മള് എപ്പോ എന്ത് എഴുതുകയാണെങ്കിലും നിങ്ങൾ പറയുന്ന ആ ലെറ്റേഴ്സ് എഴുതണം എന്നാ? നമ്മളിപ്പോ ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ ടി ഇങ്ങനെ ഇടണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അവിടെ ഇപ്പൊ 2-3 മാസത്തെ ഒരു 3 മാസം ചെയ്യാനുള്ള വർക്ക് ബുക്കാണ് നമ്മൾ കൊടുക്കുക. 3 മാസം ഈ വർക്ക് ബുക്കിൽ ചെയ്യുമ്പോഴത്തേക്കും അവരെ ടി അങ്ങനെ ആയിത്തീരും. പിന്നെ അവർ എവിടെ എഴുതുമ്പോഴും അവരെ ടി ഈ ഇതുപോലെ ആയിത്തീരുന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് അവർ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. ടി എന്നല്ല, ഏത് ലെറ്റർ ആണോ അത്. പല ആളുകൾക്കും പല ലെറ്റേഴ്സ് ആയിരിക്കും മാറ്റിയിട്ടുണ്ടായിരിക്കും. സുബേറ മാം ചോദിക്കുന്നുണ്ട്, ഇത് എത്ര ദിവസം എഴുതേണ്ടി വരും? 90 ദിവസമെങ്കിലും എഴുതാനാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ചില ആളുകൾക്ക് 10 ദിവസം എഴുതുമ്പോഴത്തേക്കിന് റിസൾട്ട് ആയി എന്ന് പറഞ്ഞ് വിളിക്കും. ചില ആളുകൾ 90 ദിവസമൊക്കെ എഴുതിയാൽ തന്നെ അതിന്റെ ഫലം കണ്ടു എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുള്ളൂ. ചില ആളുകൾ വിളിക്കുകയില്ല, പറയുകയില്ല, അറിയിക്കുകയൊന്നുമില്ല. പിന്നെ 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും അവരെ കാണുക, അവരെ റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും വരുമ്പോൾ പറയാ വന്ന ആ കാര്യം അത് ശരിയായി എന്ന് പറയും. അങ്ങനെ പറയുന്നവരും ഉണ്ട്. നുസ്രത്ത് മാം ചോദിക്കുന്നു, ലൈവ് ടെസ്റ്റ് നടത്താൻ പറ്റുമോ? അത് നമുക്ക് അടുത്ത ലെവലിൽ ചെയ്ത് കൊടുക്കാം അല്ലെ ദിത്തുട്ടി മാം? ലൈവായിട്ട് ടെസ്റ്റിംഗ് ഒക്കെ ലൈവ് ടെസ്റ്റ് നടത്തുക എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ല. ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓരോ ലെറ്റേഴ്സ് നമ്മൾ എന്തിനെ സൂചിപ്പിക്കുന്നു അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ ലെറ്റേഴ്സ് നമ്മൾ, അപ്പൊ ആ ലെറ്റേഴ്സിലെ ഏത് ഇതാണ് ഇപ്പൊ നമ്മളുടെ ആ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ കണ്ടോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ നമ്മളുടെ ഈ ഇത് അറ്റൻഡ് ചെയ്തു. അപ്പൊ ആ ടീച്ചർ എഴുതിയിട്ടുള്ള ഐ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഈ ഐയിൽ പറയുന്നത് എന്താ വെച്ചാല് ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ് ഇങ്ങനെ ഐ എഴുതുന്ന വ്യക്തികൾ. ഹി ഹാസ് ഇമാജിനറി ഇൻഫ്ലുവൻസ് ആൻഡ് സപ്പോർട്ട്. ഇമാജിനറി സപ്പോർട്ടും ഇൻഫ്ലുവൻസും ഉണ്ട്, പക്ഷെ ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്. അതായത് നമുക്ക് എല്ലാവരും ഉണ്ടോ വെച്ചാൽ, ഹസ്ബൻഡ് ഉണ്ടോ വെച്ചാൽ ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടില് മക്കളുണ്ടോ, നോക്കണുണ്ടോ, എല്ലാവരും നോക്കാൻ ആളുകളുണ്ടോ, എല്ലാ സാഹചര്യം ഉണ്ടോ, എല്ലാം ഉണ്ടാവും. പക്ഷെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ, നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ ഹസ്ബൻഡ് ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ അവസ്ഥ ആയിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ന് പറഞ്ഞപ്പോ ടീച്ചർ പറയാണ്, കറക്റ്റ് ആണ്, എന്റെ ലൈഫ് അത് തന്നെ, അതാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ കാര്യവും ഞാൻ എന്റെ വീട്ടിലാണ് താമസം, അതുകൊണ്ട് തന്നെ എല്ലാം എന്റെ ഉത്തരവാദിത്തത്തിൽ നടക്കണം എന്നാണ്. എന്തെങ്കിലുമൊക്കെ തരുമൊക്കെ ചെയ്യും ഹസ്ബൻഡ്, പക്ഷെ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, എല്ലാം എന്റെ തലയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഐ മാറ്റിക്കോളൂ, ഈ ഐ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ എഴുതി തരുന്ന പോലെ ഐ എഴുതിയിട്ട് ഒരു 3 മാസം എഴുതിയിട്ട് നിങ്ങൾ വിവരം പറയൂ എന്ന് പറഞ്ഞു. ആ ശരിയാണെന്നാ ഇത് കാണിച്ചു കൊടുക്കും. നമ്മളിങ്ങനെ ഓരോ ലെറ്റേഴ്സും എഴുതുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കും. ഇത് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അവർക്കിത് വേഗം അവർ അംഗീകരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടിയുടെ കാര്യം, ആ കുട്ടി ഐ എഴുതിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു കണ്ടോ, ഡിറ്റാച്ച്ഡ് ഫ്രം മദർ ആൻഡ് ഫാദർ. ഇങ്ങനെ ഐ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡിറ്റാച്ച്ഡ് ഫ്രം മദർ ആൻഡ് ഫാദർ, ഫാദറിൽ നിന്നും മദറിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരിക്കും.
ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, ഉമ്മ തലേ ദിവസം വന്ന് പറഞ്ഞ വിവരമൊന്നും പറയരുത് എന്ന് പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെ എഴുതരുത്. എഴുതിയിട്ടുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉമ്മാന്റെയും വാപ്പാനും നിന്നൊക്കെ വിട്ടു പോയിട്ട് താമസിക്കേണ്ടി വരും കേട്ടോ. ഉമ്മാനോടും വാപ്പാനോടും ഒക്കെ തെറ്റി നിൽക്കുകയൊക്കെ വേണ്ടി വരും. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതല്ലേ മോളെ എന്ന് പറഞ്ഞു. എന്നാ അതന്നെ കാരം എന്ന് പറഞ്ഞു. എന്തെന്ന് ഞാൻ ചോദിച്ചില്ല, അവര് പറഞ്ഞില്ല. കാരണം എന്നോട് തലേ ദിവസം ഉമ്മ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമൊന്നും പറയരുത് എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും ഇങ്ങനെ എഴുതല്ലേ, മാറ്റി എഴുതിക്കോന്ന് പറഞ്ഞു എഴുതാൻ കൊടുത്തു. ഈ വർക്ക് ബുക്ക് ഒന്നും കൊടുത്തില്ല. കാരണം അവര് ഉമ്മയും വല്യമ്മയും കൂടെ തലേ ദിവസം പറഞ്ഞു അന്ന് ഇവര് തെറാപ്പിക്ക് വന്നതാന്നൊന്നും അറിയരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്നും കൊടുത്തില്ല. ഞാൻ മാറ്റി എഴുതി കൊടുത്തു. ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഈ ബുക്കൊക്കെ വായിച്ചപ്പോ ആ കുട്ടിക്ക് മനസ്സിലായ കാര്യം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവർ മാറ്റാൻ തയ്യാറായി, മാറുകയും ചെയ്തു. അഫ്സീറ മാം ചോദിക്കുന്നു, ഇതെങ്ങനെയാണ് ലെറ്റേഴ്സ് കൊണ്ട് മാറ്റം വരുന്നത്? ആ സംശയം എനിക്ക് പോകുന്നില്ലല്ലോ എന്നൊരു സംശയം. ലെറ്റേഴ്സ് കൊണ്ട് മാറ്റം വിശ്വസിക്കാനേ വരുന്നത് പറ്റുന്നില്ല. വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ തോട്ട്സ്, അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ വേർഡ്സ്, നമ്മളുടെ സംസാര ശൈലി, നമ്മളുടെ സ്വഭാവം, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ മനോഭാവം എല്ലാം അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങും. ഹാൻഡ് റൈറ്റിംഗ് മാറ്റുമ്പോ ഓക്കെ. എന്തായിരുന്നു ഫീസ് എത്രയാ വരുന്നത്? പൈസ ഫീസ് 2500 രൂപയാണ്. ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. നമ്മളിപ്പം ഇപ്പൊ ഒരു 6 വർഷം മുമ്പ് ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടായിട്ട് ഒരാൾ നമ്മളടുത്ത് വന്നു. അപ്പോ നമ്മൾ അന്ന് 2000 രൂപക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്. ഇപ്പൊ 6 വർഷം മുമ്പ് ഞാൻ 2000 രൂപ ഫീസ് അന്ന് 2000 രൂപ ഫീസ് വാങ്ങിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പൊ ഒരു 5 വർഷത്തിന് ശേഷം അവര് ലൈഫിൽ തന്നെ വീണ്ടും അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു പ്രശ്നം. അപ്പോ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, അന്നൊക്കെ മാറിയിരുന്നു, ഇപ്പൊ വീണ്ടും മൂപ്പര് അങ്ങനത്തെ. ഞാൻ പറഞ്ഞു, ഇത് ഇരുന്ന് എഴുതിക്കോ, അന്ന് തന്ന ബുക്ക് എടുത്തിട്ട് അതുപോലെ തന്നെ ഇരുന്ന് എഴുതിക്കോളൂ, അല്ലാതെ വേറൊന്നും ചേഞ്ച് ചെയ്യാനില്ല. അത് എഴുതി പ്രശ്നം മാറി. ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂൾസ് ആണ്. അത് ഏത് പ്രശ്നം വന്നാലും അത് തമ്മിലുള്ള കണക്ഷൻ വന്നാലും അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ടൂളാണ്. ഒരിക്കൽ ചെയ്താൽ പിന്നീട് ഒരിക്കലും നമ്മൾ അത് എഴുതി അയച്ചു തരണം, കറക്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കണം. അല്ലാതെ പിന്നീട് ഒരിക്കൽ ഫീസ് തരികയോ വരികയോ നമ്മളെ സിറ്റിങ്ങിന് ഇരിക്കുകയോ ഒന്നും വേണ്ട ആവശ്യമില്ല. എത്രയോ കൗൺസിലിങ്ങിന് പോയിട്ട് മാറാത്ത പല കേസും മാറുന്നുണ്ട്. പക്ഷെ നമ്മളെ എന്താണ് സാമ്പത്തികമായിട്ട് മാറാൻ പറ്റും. 2 ലെറ്റേഴ്സ് മാറ്റി എഴുതിയാൽ മാറും. ജോലി കിട്ടുന്ന ജോലി കിട്ടാനുള്ളത് മാറ്റി എഴുതാൻ പറ്റും. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ളത് മാറ്റി എഴുതാൻ പറ്റും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞു. ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പഠിക്കാനുള്ള മനസ്സ് മാം കാണിച്ചു. വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലൈൻ ആയിട്ടില്ല? ഓൺലൈനായിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഇപ്പൊ ചെയ്യാറുണ്ട്. ഞാൻ മുമ്പൊക്കെ ഓഫ്ലൈൻ ആയിട്ടാണ് വരുന്ന ആളുകൾക്ക് ചെയ്തു എന്താണ് കൊടുക്കാറുള്ളത്. സുമയ്യ മാം, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഓഫ്ലൈനിൽ ചെയ്യാട്ടോ. ഓഫ്ലൈൻ നിന്ന് ഓൺലൈനിൽ എത്താണല്ലേ റെക്ടോറിയ എഡ്യൂഹബ് അതല്ലേ എത്തിയത്. ഇടത്തോറയിൽ വന്നത്. ഞാൻ അടി പറഞ്ഞില്ലേ, എനിക്ക് വീണ്ടും ഓഫ്ലൈൻ ചോദിച്ചു. ആയിട്ട് ഞാൻ എല്ലാം ചെയ്യും, ഓൺലൈൻ ആയിട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതെന്തായാലും ഇവര് ഞാൻ വീഡിയോ ഓൺ ആക്കാത്ത ഒന്നുമല്ലാതെ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ ഇരിക്കൂ. അറിയാം. ഞാൻ നേരിട്ട് വന്നിട്ട് ഒരു അടി തരാന്ന് വിചാരിച്ചു. ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഓഫ്ലൈനില് പുലിയായിരുന്ന നമ്മുടെ തിത്തൂട്ടി മാം ഓൺലൈനിൽ എനിക്ക് പുലി ആവണല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ദേ ഇവിടെ എത്തിയത്. അതേപോലെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കൊക്കെയാണോ പുലി ആവണം എന്ന് ചിന്തിക്കുന്നത്, കം ടു അസ്. അതെ എന്താന്ന് വെച്ചാൽ അതേട്ടോ, എല്ലാവരോടും ഞാനുണ്ട് മാമിന്റെ ഈ കൂട്ടത്തില്. ആർക്കെങ്കിലും ഉയരണമെന്നുണ്ടെങ്കിൽ വേഗം റെട്ടോറിയലേക്ക് അതെന്താന്നറിയോ, ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ അടിപൊളിയാണ്. പ്രാക്ടീസ് ആയി. നമ്മള് പ്രാക്ടീസ് ചെയ്ത് നമ്മള് ആദ്യം പേടിച്ചാണെങ്കിലും നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുത്തെടുത്ത് വലിയ ക്ലാസ്സുകളും പിന്നെ എടുക്കാൻ കഴിഞ്ഞു. ഒരു 800 ആളുകൾക്ക് വരെയൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്. ഇത് 4 ആള് നമ്മളെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുമ്പോൾ നമുക്കത് പിന്നെ കോൺഫിഡൻസ് കൂടി വരും, നമുക്കത് എടുക്കാൻ കഴിയും. പക്ഷെ ഈ ഓൺലൈൻ ക്ലാസ് എനിക്ക് ഒരു വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു 4-5 വർഷമായിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പറ്റണില്ല. ഞാൻ എത്ര എടുത്താലും കുറെ ചെയ്തു നോക്കും, അതവിടെ ഇട്ട് ഞാൻ വേറെ തിരക്കുകളാണല്ലോ നമുക്ക്, ആ തിരക്കിലേക്ക് പോകും. അങ്ങനെ ആയിരുന്നു.
സത്യം പക്ഷെ പറഞ്ഞാല് തിത്തുട്ടി മാം എന്നെയൊക്കെ എന്തൊരു ശല്യാണ് ഈ പെണ്ണുങ്ങളെ കൊണ്ട്. ഈ പെണ്ണുങ്ങളെ ക്ലാസ്സിൽ ചില കേറണ്ടായിരുന്നു. സമയത്ത് ചില ഉറങ്ങാനും വിടൂല, സമയത്ത് ഇരിക്കാനും വിടൂല. ഈ പെണ്ണുങ്ങൾ വേറെ ജോലിയൊന്നും ഇല്ലേ എന്നല്ല അങ്ങനെ ചില ചിന്തിച്ചിട്ടുണ്ട്. സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ചിന്തിക്കാൻ തന്നെ അങ്ങനെയല്ല, എനിക്കും ഇത് അറിയാം കൂടായിരുന്നു മൈൻഡ് റീഡ് ചെയ്യാൻ. വേണ്ടായിരുന്നു, ഇത് കൂടണ്ടായിരുന്നു. എന്താ പറയാ, നമ്മള് അതിലേറെ തിരക്ക് പിടിച്ച സമയത്തായിരിക്കും ഇവര് വിളിച്ചിട്ട് ഇന്ന് രാത്രി ഇത് ചെയ്യണട്ടോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും വേണ്ടായിരുന്നു, ഇതിൽ കൂടണ്ടായിരുന്നു പിന്നെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അത് സത്യം. പക്ഷെ ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ട് പറയാൻ നിന്നതാണ്, ടീച്ചറെ എനിക്ക് അടുത്ത മാസം ഖുർആൻ എക്സാം ആണ്, അത് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കാൻ നിന്നതായിരുന്നു. പക്ഷെ ലൈല മാമിനെ കൊണ്ട് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തോളാന്ന് സമ്മതിച്ചു, ചെയ്തു. അതാണ് ഇന്നുണ്ടായത്. അൽഹംദുലില്ലാ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, നമ്മളെ കോഴ്സിൽ വെറുതെ വന്നിട്ട് ഒന്ന് എത്തി നോക്കി പോകാം എന്ന് വിചാരിച്ചാൽ അല്ല, നടക്കൂല. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് ഇവര് കുറെ കോഴ്സിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാനതൊക്കെ എന്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പഠിപ്പിക്കല് കഴിഞ്ഞല്ലോ, പിന്നെ ഇവരെന്തിനാ നമ്മളെ പുറകെ ആ പുറകെ ഇങ്ങനെ ഇവരെന്തിനാ നമ്മളെ നടക്കണമെന്ന് ബാക്കിൽ വരുന്നത്? വിചാരിച്ചിരുന്നു. നമ്മള് ആ പഠിച്ച് നമ്മൾ കൊടുത്തില്ലേ, ഫീസൊക്കെ കൊടുത്തില്ലേ, പിന്നെ അവര് എന്തിനാ? തന്നത് മുഴുവൻ നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, നമ്മൾ നോട്ട്ബുക്കിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നോക്കി നമ്മൾ ചെയ്താൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് ഇവര് നമ്മളെ വിടണ്ടേ? വിടണ്ടേ? മനസ്സിലായി നമ്മളെ അല്ല, കൊണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കെന്നെ മനസ്സിലായിട്ടുണ്ട്. തിത്തൂട്ടി മാം ഇപ്പൊ ഇതാ, ഞാൻ തന്നെ എത്രയോ സമയം, നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമുക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനും ഒരുപാട് ഓഫ്ലൈൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ അയ്യോ തിത്തൂട്ടി മാം, അയ്യോ തിത്തൂട്ടി. അപ്പൊ തിത്തൂട്ടി മാം എന്താ വിചാരിക്കട്ടെ, എന്നെ കുറിച്ച് ഓർക്കാനൊക്കെ ഇവർ ഇങ്ങനെ ഇരിക്കുന്നില്ലേ? ഞാനതല്ലേ പറഞ്ഞത്. ഇവരൊക്കെ എനിക്ക് ഇവരൊക്കെ കൂടെ എന്റെ പുറകെ നടന്ന് എന്നെ നന്നാക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എടുപ്പിച്ചു എന്നുള്ളതാണ് സത്യം. തിത്തുട്ടി മാം നമ്മള് രണ്ടാളും ഒരു ക്ലാസ് ഒന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഷാഫി സാറിന്റെ അതെ, തിത്തുട്ടി നമ്മളിപ്പോ ആ മാം. ക്ലാസ്സിലുള്ള എല്ലാവരും എടുത്തിട്ടുണ്ടാവും. ഞാനായിരിക്കും ലാസ്റ്റ്. ഞാൻ എനിക്ക് മടിച്ച് നിന്ന് അല്ല, ഷാഫി മടിച്ചു സാറിന്റെ നിൽക്കുന്നത് എനിക്ക് മടികൊണ്ടല്ല. എനിക്ക് ഇതിങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് ഇതിനെ ഇതൊന്ന് ഒന്ന് രണ്ട് തവണ നോക്കി ചെയ്യാനുള്ള ഇന്നിപ്പോ വേറെ കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചു. വെരി ഗുഡ്. അതാണ് അതുകൊണ്ടാ അത് മാറ്റി ഒരു വെക്കാനുള്ള ഡൗട്ടും കൂടി ഉണ്ട് തിത്തുട്ടി മാം. അടുത്ത ഡൗട്ട്, ലെറ്റേഴ്സ് മാറ്റിയിട്ട് നമുക്ക് ഓൺലൈനിലെ ഫോബിയ മാറ്റാൻ പറ്റില്ലേ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഓൺലൈൻ ഫോബിയ മാറ്റാൻ പറ്റും. ഞാൻ തിത്തുട്ടി മാം അതൊക്കെ എഴുതാറുമുണ്ട്. യൂസ് അത് ചെയ്തിട്ട് തന്നെയല്ലേ ഇവിടെ എത്തിയിരിക്കുന്നത്. എഴുതിയോണ്ടായിരിക്കാം ഞാൻ ഈ റെറ്റോറിയൽ വന്നതും ഇത് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിച്ചത്. ഞാൻ മാറ്റി എനിക്ക് ഫോബിയ മാറ്റാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഴുതിയത് കൊണ്ട് മാറുക എന്നല്ല. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളതിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതായത് അതിലേക്ക് പണ്ട് എത്തിപ്പെട്ടു. അല്ലേ മാം, പണ്ട് കുറെ പേര് ചോദിക്കാല്ലേ, ഈ അഫർമേഷൻസ് ഡെയിലി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? അതേ സംഭവമാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്. ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴേക്കും ഒരു മാറ്റം ഉണ്ടാവുമോ? അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്തിട്ട് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാണ് ബേസിക്കലി ചെയ്യുന്നത്. നമ്മൾ ബോധത്തോടെ ഡെലിബറേറ്റ് ആയിട്ട് എന്തോ ചെയ്യുന്നു, അത് ചെയ്തിട്ട് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് എത്തിക്കുന്നു. കാരണം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ്, നേരത്തെ മാം പറഞ്ഞതുപോലെ, നമ്മളറിയാതെ, നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ജനിക്കുമ്പോൾ നമ്മളറിയാത്ത കുറേ സാധനങ്ങൾ കൂടിയിട്ട് നമുക്ക് എന്തൊക്കെയോ ഇട്ട് തന്നു. ഇനി നമ്മൾ അതൊക്കെ ഒന്ന് പ്രോഗ്രാം, നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് മതി, ഇതൊക്കെ എടുത്തുകളാ, ഇത് മതി. അപ്പൊ തിത്തുട്ടി മാം എന്നോട്ടാണോ ഇതല്ല എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് കണ്ടുപിടിച്ചത്, അന്ന് തൊട്ട് തിത്തുട്ടി മാം പല കാര്യം ഇന്നും എനിക്കറിയാം. തിത്തുട്ടി മാമിന് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാലും ഇത് എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ടൈം അവിടെ മാറ്റി വെച്ച് അത് ചെയ്തു. അതാണ് നമ്മൾ കുറെ ചെയ്യാത്തത്. 9 മണിക്ക് എന്റെ ക്ലാസ് തുടങ്ങും, മൈൻഡ് പവർ ട്രെയിനിങ് ക്ലാസ്. ഇതാണ് നമ്മളെ പുലികളാണ്, ഇവിടെയുള്ള പുലികൾ. അപ്പൊ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്കുള്ളത് കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. 2 ദിവസം കൊണ്ട് എനിക്ക് 9 ജൂസിന്റെ എക്സാം ആണ് ഖുർആൻ. എല്ലാവരും ദുആ ചെയ്യാട്ടോ മാമിന് വേണ്ടിയിട്ട്. 9 ജുസിന്റെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എത്രത്തോളം ഒന്നും കൂടെ ബാക്കിന്ന് പഠിച്ചു വരണം എന്നറിയാം. അതും ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നറിയോ? മാ ബാഗ മാ കബില, അതായത് ബാക്കത്തെ ചോദ്യം ചോദിക്കണം, മുമ്പത്തെ പറയണം. അപ്പൊ അത്രയും ഞാൻ അതെല്ലാം ഞാൻ ചെയ്യണം. എന്റെ ഫാമിലി അതിന്റെ കാര്യങ്ങൾ മേൽനോട്ടങ്ങളെങ്കിലും ഞാനൊക്കെ ചെയ്യണം. എന്റെ ക്ലിനിക്ക്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ചെയ്യാതിരുന്നത്. അല്ലാതെ ലൈല മാമും
ഹേമിനെയും ബുദ്ധിമുട്ടിച്ചതല്ല. എന്താ വെച്ചാല് നിങ്ങൾ എന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാവും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാന്നൊക്കെ. പക്ഷെ ഞാൻ ഇത്രയും ഈ ഒരു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണതിന്റെ ഇടയിൽ നിങ്ങൾ പറയുമ്പോൾ തന്നെ കറക്റ്റ് ടൈമിന് ചെയ്യാൻ കഴിയാതിരുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ അല്ല, വിടൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇങ്ങനെ ഒരു ഇന്ന് ഇങ്ങനെ ഒരു അല്ല ഇതുണ്ടെന്നുള്ളത്. മാം ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വിടൂല. അപ്പൊ മാമിന് വിടും. മനസ്സിലായത് അല്ല അത് വിടൂലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതാണ് ചെയ്യട്ടെ, ഇതാണ് ചെയ്ത് തീർത്താലേ എനിക്ക് മറ്റേ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാലോ എന്നുള്ളൊരു ഇന്ന് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ച എനിക്കിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അതാണ് ചെയ്ത് തീർത്താലേ ആ തലവേദന ഇല്ലല്ലോ, പിന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഫുൾ ടൈം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാലോ, ഏത് ഖുർആൻ പഠനത്തിലേക്ക്. 9 ദിവസത്തെ ഈ മുമ്പ് പഠിച്ചതൊക്കെയാണ് ഓതാൻ അറിയും. പക്ഷെ മാ കപില ബാക്കത്തെ ആയത്ത് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കിട്ടൂല. ആദ്യം മുതൽ പഠിച്ചിട്ട് വേണം അത്. കുറെ അറിയും, പക്ഷെ കുറെ ഭാഗം പഠിച്ചതൊക്കെ വിട്ടുപോയി. ശേഷമുള്ള നമുക്ക് കിട്ടും, ശേഷമുള്ള ആയത്തുകൾ നമുക്ക് കിട്ടും. ബാക്കിലെ ആയത്ത് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലോണം പഠിക്കണം. അപ്പൊ അതിന് ഇനിയിപ്പോ അതാണ്ട് കഴിഞ്ഞിട്ട് വേണം അത് പഠിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നും ഇന്നലെ ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി ദുആ ചെയ്യുന്നതായിരിക്കും. ആഗ്രഹം അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ മാമിനെ 9 മണിക്ക് സെഷൻ ഉള്ളതാണ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഈ ബ്യൂട്ടിഫുൾ സെഷൻ. ഇതിന്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് എഴുതി സെൻഡ് ആക്കിയാൽ മതി കേട്ടോ. Tittutti ma'am will be answering anything. Okay. On that note, thank you so much for everyone here. Thank you so much, Tittutti ma'am. Such a beautiful class. Very different class. Thank you. Assalamu alaikum.